ജി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനം സൂക്ഷ്മമായി കേട്ടാൽ ഒരു കാര്യം ബോധ്യപ്പെടും. ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞത് എന്താണോ അതൊക്കെ ഇന്ന് അദ്ദേഹം തള്ളിപ്പറയുന്നു എന്ന്. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോഴും അദ്ദേഹം അത് പറയുന്നുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, സർക്കാരിനെതിരെ ഒന്നും പറയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു കാര്യമാണ്, എനിക്ക് അധികാരമോഹമില്ല എന്നും. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്തല്ല 2-3 സ്ഥലത്ത് എങ്കിലും അധികാരമോഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. AKG മരിക്കുന്നതുവരെ MP ആയിരുന്നില്ലേ? ലെനിൻ മരിക്കുന്നതുവരെ സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരുന്നില്ലേ? അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ആയിക്കൂടാ? ഇതാണ് ജി സുധാകരന്റെ ചോദ്യം. എന്ന് വെച്ചാൽ അധികാരമോഹം തലക്ക് പിടിച്ച, എപ്പോഴും അധികാരം വേണം, എപ്പോഴും മന്ത്രിസ്ഥാനം വേണം, ഒന്നുമല്ലെങ്കിൽ MLA എങ്കിലും ആകണം എന്ന് പറയുന്ന, മരിക്കുന്നതുവരെ അധികാരം വേണമെന്ന് പറയുന്ന ആളായി ജി സുധാകരൻ മാറി. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ? ചോദിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചോദിക്കുകയാണ്, അയാൾ MLA ആയില്ലേ? ഇനി അയാൾക്ക് എന്താ വേണ്ടത്? ഇത് അൺമാർക്സിയനാണ് ഈ വാദഗതി. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല. മരിക്കുന്നതിന് ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു, സ്റ്റാലിൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. നിങ്ങൾ എത്ര തവണ ആയി എന്നുള്ളതല്ല, എത്ര തവണ ആയാലും ഒരു കുഴപ്പമില്ല. AKG മരണം വരെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. 52 മുതൽ 77 വരെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവില്ല. ആണ് അതിന് AKGയാണ് വേണ്ടത്. ആരൊക്കെ ചോദിച്ചു അദ്ദേഹത്തോട്? അദ്ദേഹത്തിന്റെ സഹോദരൻ പന്തളം NSS കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലാണ് കൊല്ലപ്പെടുന്നത്. KSU DSU പ്രവർത്തകരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. SFI പ്രവർത്തകർ ഇന്നും ആവേശത്തോടെയാണ് ഭുവനേശ്വരനെ കുറിച്ച് പറയുന്നത്. മുൻ SFIക്കാർ ആ കാലം ഓർക്കുന്നതും ആവേശത്തോടു കൂടി തന്നെയാണ്. അനുജന്റെ കൊലപാതകികളെ പോലും തള്ളിപ്പറയുന്നു ജി സുധാകരൻ എന്നോർക്കണം. സ്വന്തം അനുജനെ കൊന്ന KSUക്കാരെ സംരക്ഷിക്കാൻ, കോൺഗ്രസുകാരെ സംരക്ഷിക്കാൻ, KSUക്കാരല്ല കൊന്നത്, നായർ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ജി സുധാകരൻ. അന്നത്തെ കുറെ ഗുണ്ടാ പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ, NSSന്റെ ആ പ്രദേശത്തെ കുറെ നയപ്രമാണമാരുടെ മക്കളാണ് മുമ്പ് തന്നെ ഉണ്ടാകുന്നത്. അവർ ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. മനസ്സിലായോ? അവരാരും ഒരു പ്രസ്ഥാനത്തിനും ഇപ്പം ഇല്ല, രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. അതിനദ്ദേഹം ചില പ്രത്യയശാസ്ത്ര ന്യായീകരണവും കൂടി നൽകുന്നുണ്ട്. KSUക്കാരാണ്, കോൺഗ്രസ്സുകാരാണ് സ്വന്തം അനുജനെ കൊലപ്പെടുത്തിയത് എങ്കിലും ഇപ്പോൾ കോൺഗ്രസുമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ മത്സരിക്കുമ്പോൾ തേടുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാണ് പ്രത്യയശാസ്ത്ര ന്യായീകരണം അദ്ദേഹം നടത്തുന്നത്. എന്താണത്? നോക്കൂ, തമിഴ്നാട്ടിൽ DMKയും CPM-ഉം കോൺഗ്രസും ഒന്നിച്ചല്ലേ മത്സരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നോക്കൂ, ബംഗാളിൽ 1400ഓളം CPM-കാരെയാണ് കോൺഗ്രസ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. അവിടെ കോൺഗ്രസുമായി ഇപ്പോൾ ഐക്യമുന്നണിയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി CPIM ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് അമ്പലപ്പുഴയിൽ കോൺഗ്രസിന്റെ പിന്തുണ തേടിക്കൂടാ എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ മനസ്സിലിരിപ്പ് വ്യക്തമാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും പിന്തുണയോടുകൂടിയാണ് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് ജി സുധാകരൻ എന്ന് ജി സുധാകരന്റെ വാക്കുകൾ കേൾക്കാം. സംസാരിക്കുക എന്തറിഞ്ഞോണ്ടാ സംസാരിക്കുന്നത്? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും CPM-ഉം CPI ഒറ്റ മുന്നണിയല്ലേ? അല്ലേന്നാ ചോദിക്കുന്നത്? ആണല്ലോ. ബംഗാളിൽ കോൺഗ്രസും CPI കൂടെ ഐക്യമുന്നണിയായിരുന്നു. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ 300 സീറ്റിൽ നമുക്കൊന്നും കിട്ടിയില്ല, കോൺഗ്രസിൽ 2. ഇപ്പോഴും ഐക്യമുന്നണിയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് ഘടകകക്ഷികളല്ലേ, കോൺഗ്രസ് അല്ലേ നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അറിയാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെ കണ്ട് SFI പ്രവർത്തിച്ച് എന്നിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കുക ചെയ്ത
അനിയന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി ഭരണം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ 1400 പേരെയാണ് കൊണ്ടത്. CPM-ന്റെ 1400 അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ച അദ്ദേഹം വിളിച്ചത് സിദ്ധാർത്ഥ ശങ്കരയുടെ കാലത്ത്. CPM കോൺഗ്രസും കൂടെ ഐക്യമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലൂടെ മമതയെ നേരിടാൻ. നമുക്കൊന്നും കിട്ടിയില്ല, അവർക്ക് 2 സീറ്റ്. ഇത്തവണ ഐക്യമാണ്, ത്രിപുരയിലേക്ക് വരുന്നു. ഇതൊക്കെ രാഷ്ട്രീയമായ നിലപാടുകളാണ്, കാലം മാറി. ഇതാണ് ജി സുധാകരൻ. ഇന്നലെ വരെ എന്താണോ പറഞ്ഞത്, ഇന്നലെ വരെ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അദ്ദേഹം എന്താകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതൊന്നുമല്ല ജി സുധാകരൻ എന്ന് വെളിപ്പെടുന്നു. ഒരു വ്യക്തി ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന മുഖം കാപട്യത്തിൻ്റെ മുഖമാണ്. മുഖം മൂടി വലിച്ചു കീറുമ്പോഴാണ് യഥാർത്ഥ മുഖം മനസ്സിലാകുന്നത്, അത് വെളിപ്പെടുന്നതാണ് ജി സുധാകരൻ്റെ വാർത്താ സമ്മേളനം. ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് ചെറിയ വശം മാത്രമാണ്. മുഴുവൻ കേട്ടാൽ ഇനിയുമുണ്ട് ഏറെ പറയാൻ.